ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ അവിയലാണ്. അതിന് വേണ്ട ചേരുവകൾ: ഉരുളൻകിഴങ്ങ്, തക്കാളി, കാരറ്റ്, വഴുതനങ്ങ, അമരക്ക, മൊന്തങ്ക, മുരിങ്ങക്ക, സവാള, പച്ചമുളക്. ഇവ ഈ പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം അരപ്പിനായിട്ട് 2-3 പച്ചമുളക് അരിഞ്ഞും 2 തണ്ട് കറിവേപ്പിലയും 10-15 കൊച്ചുള്ളിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 കപ്പ് തേങ്ങയിട്ട് മിക്സിയിലെ ജാറിലിട്ട് ഒരു റഫ് പരുവത്തിൽ അരച്ചെടുക്കുക. ഈ പരുവത്തിൽ അരച്ചെടുക്കുക. അടുപ്പിൽ ഓൾറെഡി ഞാൻ അരിഞ്ഞ കഷ്ണങ്ങൾ വച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്നുണ്ട്. അത് വെന്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അധികം ഇളക്കരുത്, അത് ഉടയാൻ പാടില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലിട്ട് നല്ലതുപോലെ കഷ്ണങ്ങൾ ഉടയാതെ മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇത്തിരി വെള്ളം പറ്റാനായിട്ട് വേവിക്കുക. ആ സമയം നമുക്കൊരു ചീഞ്ചട്ടിയിൽ ചൂടാക്കാൻ വയ്ക്കാം. കടുക് വറുക്കാനാണ്. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അടുത്തൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽ മുളകും 1-1.5 തണ്ട് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടുന്ന വരെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച അവിയലിൽ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉടയാതെ ശ്രദ്ധിക്കണം. അവിയൽ റെഡി. സൂപ്പർ അവിയലാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചിലർ പറയും തക്കാളി അവിയലിന് ചേർക്കത്തില്ല. പക്ഷേ ഈ സ്പെഷ്യൽ അവിയലിന് തക്കാളി ഉണ്ടെങ്കിലേ കൊള്ളാവൂ. ചിലർ തൈര് ചേർക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പക്ഷേ ഞാൻ തൈര് ചേർക്കുന്നില്ല. ആ പുളിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.